അപ്പോൾ ഈ കോടതിയിലേക്ക് കേസുകൾ എത്തുമ്പോൾ ഈ തെളിവുകൾ കോടതിയിൽ എങ്ങനെയാണ് സ്ട്രോങ് ആക്കുക? അതിന് വേണ്ടി സ്ട്രോങ് ആക്കുകയല്ല, ഞാൻ എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ സ്ട്രോങ് ആക്കുകയല്ല. ഞാനിപ്പം എപ്പോഴും പറയുന്ന കാര്യം, ചില തെളിവുകൾ നമുക്ക് റിക്കവർ ചെയ്യാൻ വയ്യാത്ത തെളിവുകളുണ്ടാവും. അത് അങ്ങനെ തന്നെ ഒരു തെളിവാണ്, അത് നമുക്കെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു കേസുണ്ടായി. ആ കേസിൽ ഒരു ചെറിയ കത്തിയാണ്, ഇത്രയേ ഉള്ളൂ കത്തി. ആ കത്തി ഒരു വലിയ കായലിൽ വലിച്ചെറിഞ്ഞത്, സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, സാറേ അത് കിട്ടത്തില്ല, മിക്കവാറും കിട്ടത്തില്ല, എന്ത് ചെയ്യും നമ്മൾ, കത്തി കിട്ടിയില്ല എന്ത് ചെയ്യും? ബാക്കി ഒരു 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 കുറേയധികം കത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കൊണ്ടുവന്നിട്ടില്ല, കിട്ടിയില്ല, നമുക്ക് എന്ത് ചെയ്യും, കിട്ടിയില്ല തന്നെ എഴുതി വെക്കുക, നമ്മൾ ട്രൈ ചെയ്യുക, കിട്ടിയില്ല. പക്ഷേ ഭാഗ്യത്തിന് കത്തി കിട്ടി. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ചില കേസ് നമുക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ വിഷമൊന്നും കിട്ടത്തില്ല. കിട്ടത്തിൽ തന്നെ പറഞ്ഞ് നമ്മൾ എഴുതണം. എന്ന് വെച്ചാൽ കിട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ എവിടെ പോയാലും കിട്ടത്തില്ല അത്. ഇപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചൊരു കേസിൽ ഒരു കൊച്ചിൻ്റെ തലയോട്ടി കിട്ടി. 19 വർഷം കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ച കേസാണ്. 19 വർഷം കഴിഞ്ഞ് കൂട്ടിക്കൊള്ളണം. അതായത് ഒരു കുഞ്ഞ് അവൻ കാണാതായിട്ട് 19 വർഷം കഴിഞ്ഞിട്ട് ഒരു വലിയൊരു പാറവട അല്ല വെള്ളമെല്ലാം പറ്റിച്ച് എടുത്ത് അവസാനം അത് കൊച്ചിന് തലയോട്ടി കിട്ടി. തലയോട്ടി എടുത്ത് നമ്മൾ വെക്കുക. അതിൻ്റെ DNA കിട്ടിയില്ല. എല്ലാവരും പറയും DNA കിട്ടുമെന്ന് പറയും. കിട്ടിയിട്ടില്ല, കിട്ടാൻ പറ്റത്തില്ല. അവിടെയും കൊടുത്ത് കിട്ടിയില്ല, സെൻട്രൽ ലാബ് കൊടുത്ത് കിട്ടിയിട്ടില്ല ആ തലയോട്ടിയ DNA. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നേരെ മറിച്ച് DNA കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ DNA കിട്ടിയെന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ പറയും, ഇത് 19 ഇത്ര വയസ്സുള്ള കുട്ടിയുടെ ആയിരുന്നു. പിന്നെ പ്രതി പറയും, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊന്ന കൊച്ചിനെയാണ് എൻ്റെ എവിടെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. എന്താണ്, ഒരു തലയോട്ടി കിട്ടിയല്ലോ കൊച്ചിൻ്റെ, 19 അല്ലെങ്കിൽ ചെറിയ കുട്ടിയുടെ തലയോട്ടി കിട്ടിയല്ലോ. ഒരു തലയോട്ടിയാണല്ലോ കുട്ടിയുടെ, മനസ്സിലായില്ലേ? അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്ന ആൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. എനിക്ക് ബാധകമാണ്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഈ പറഞ്ഞ കോടതികൾക്ക് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ഞാൻ. എങ്ങനെ ഒരു കേസിനെ ഇല്ലെന്നാക്കാൻ പറ്റുമോ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. ഇത് ഇറ്റ്സ് കറക്റ്റാണോ ഇത് പറയുന്നത്? എനിക്ക് കൊണ്ടിടാൻ പറ്റത്തില്ല. അവിടെ പുതിയ തലയോട്ടി കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ DNA കിട്ടും. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു വരും, ജഡ്ജസാണെങ്കിൽ വരും. ശരിയാ, അവർക്ക് ഞാൻ ഡിഫൻസ് ലോയർ ഞാൻ എടുക്കുകയാണ്. ആ തലയോട്ടി നേരത്തെ തന്നെ എടുത്ത് അവിടെ കൊണ്ടിട്ടതാണ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ DNA കിട്ടും. എൻ്റെ അത് വേറെ ഇവിടുന്നാണ്, ഇവിടെ മാത്രം കിടന്നാൽ DNA കിട്ടാതിരിക്കുകയുള്ളൂ. നീ പറയാനുള്ളൊരു ഇത് നമുക്കും വേണം. അതുകൊണ്ട് തെളിവുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ സ്ട്രോങ് എവിഡൻസ് എന്ന് പറഞ്ഞ് ചെറിയ നമ്മൾ നിസ്സാരമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ സ്ട്രോങ് എവിഡൻസായിട്ട് വരുന്നത്.